ഈ സാമ്പാറും ചട്നിയൊക്കെ എന്നാ ഒരു രുചിയായിട്ടത്. ഓ ഒരു രുചി സത്യം കേട്ടോ. ചേട്ടൻ്റെ ഭാഗ്യം കേട്ടോ. എന്തൊരു കൈപ്പുണ്യ. വീട്ടിലെല്ലാവരും ഇങ്ങനെയാണോ? നല്ല ഫുഡ് ഉണ്ടാക്കുമോ? സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്നും അത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല. പക്ഷേ എൻ്റെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അമ്മയുടെ ഓരോ കറികളൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ. അമ്മയുടെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയേക്കണത് പലരും പറയാറുണ്ട്. എന്തായാലും കൊള്ളാം. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്നലെ തൊട്ടേ തോന്നിയ, ഇന്നലെ അല്ല സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് തോന്നിയ, ഈ സവാള വട കഴിക്കാൻ തോന്നുന്നു. എനിക്ക് ഉണ്ടാക്കി തരുമോ? ഇപ്പോഴാ? അല്ല, നീ ഇപ്പം ഇതിപ്പോൾ കഴിച്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിച്ചിട്ട് പോരെ? വേണം വേണം, ഉള്ളിക്കടന്ന് ബേബി പറയുന്നയാ. എനിക്കിതൊക്കെ ആഗ്രഹം തോന്നി അപ്പം കഴിക്കണം പ്ലീസ്. ഞാൻ 2 പ്രസവിച്ചതാ. എനിക്കിങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഓ അപ്പോൾ ചേട്ടത്തി എന്താ പറയണേ? ഞാനതൊക്കെ കള്ളത്തരം പറയാന്നാണോ? അയ്യോ അങ്ങനല്ല. ഞാൻ 2 ഗർഭിണിയായിരുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരാളുടെ മൂത്തവൻ്റെ സമയത്ത് ഫുള്ള് ഛർദിയായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഛർദി. രണ്ടാമത്തവളുടെ ആണെങ്കിലും ഛർദി, ക്ഷീണം, ട്രിപ്പിട്ട് കയറ്റുക, ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. നിനക്കാണെങ്കിൽ ഏത് നേരവും നീ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. എനിക്ക് എന്താണെന്ന് അറിയില്ല എടുത്തി. ഞാൻ ഗർഭിണിയായ പിന്നെ വയറ്റിൽ കിടന്ന് ഭയങ്കര വിശപ്പാണ്. ഏതിനും വാരി വലിച്ച് തിന്നാനാ തോന്നുന്നത്. നോക്കിക്കോ, കൊച്ചുണ്ടാകുമ്പോൾ കാണാം നല്ല തക്കുട് കുട്ടനായിരിക്കും. എല്ലാം ഒരു വാരി തിന്നാൻ മാത്രം തോന്നുക. കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് എന്നെക്കൊണ്ട് പൊടി പിടിപ്പിച്ച് തിന്നാനാണ് കൊണ്ട് പണി. ചേറ്റിയൊക്കെ തെറിഞ്ഞ്. പിന്നെ ഈ കറിയൊന്നും പോലെ അല്ല കേട്ടോ. ഈ എണ്ണയിൽ പൊരിച്ചൊന്നും അധികം കഴിക്കാണ്ടിരിക്കണ നല്ലത് ഈ സമയത്തെ. ഓ അതൊന്നും കുഴപ്പമില്ല. ആഗ്രഹം തോന്നുമ്പോൾ എണ്ണയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങോട്ട് കഴിക്കേനെ. എന്നെ കൊണ്ടേ പോകും. ശരി, നീ എന്തായാലും ആഗ്രഹം പറഞ്ഞതല്ലേ, ഞാൻ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കി തരാം. പറ്റില്ല, ഇപ്പം തന്നെ കഴിക്കണം. എന്താ എടുത്ത് ഞാൻ എത്ര നേരം പറയുന്നത്? അല്ല, ഞാൻ അമ്മയോട് പറയാം, അമ്മ എടുത്തിയോട് എനിക്ക് ഇച്ചിരി സവാള വട ഉണ്ടാക്കി തരാൻ പറയാം, എനിക്ക് കൊതിയായിട്ടാ. ഒന്നും ഉണ്ടാക്കി കൊടുക്ക് ശില്പി, അല്ലെങ്കിൽ അവൾ തലയ്ക്ക് സ്വൈര്യം തരില്ല. ഞാൻ ഉണ്ടാക്കണോ? വേണ്ടമ്മ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കാം. അവ പറയേണ്ടവർ പറഞ്ഞ് ഉണ്ടാക്കി തരാൻ അറിയാലേ. അപ്പോൾ ചേട്ടത്തി വേഗം സവാള ഉണ്ടാക്കിയിട്ട് റൂമിലേക്ക് വാട്ടാ. ഞാൻ അവിടെ റെസ്റ്റ് എടുക്കട്ടെ. ഇവള് പ്രസവിച്ച് പോകുമ്പോഴേക്കും എൻ്റെ നടുപൊടി. ചേട്ടത്തി എന്ത് ചെയ്യാ? ഞാൻ ഒന്ന് കിടക്കാൻ പോയിരുന്നു. അടുക്കളയിൽ പാത്രമെല്ലാം കഴിയേ പരിവായി. ഞാൻ ചേർന്ന് കിടക്കട്ടെ കേട്ടാ. അതെ, എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ട്, ഒന്ന് കഴുകി തരുമോ? അയ്യോ, അതിന് ഞാനെന്തിനാ? ആ വാഷിംഗ് മെഷീനിലും കൂടി ഇട്ടേ പോരെ? ഞാൻ എടുത്ത് ഇട്ടേക്കടി. അത് ഓണാക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കല്ലേ, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അയ്യോ, ഞാനെൻ്റെ തുണികളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. എനിക്ക് റാഷസ് വരും, നല്ല ചൊറിച്ചിൽ വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തുണിയൊക്കെ അരച്ചും പോവും. അതുകൊണ്ട് തുണിയൊന്നും വാഷിംഗ് മെഷീനിൽ ഇടില്ല. ചേട്ടത്തിന് കാര്യം ചെയ്തൊന്ന് കല്ലിലൊന്ന് അലക്കി തരണേ. നിനക്ക് ഞാൻ കല്ലിൽ കഴുകി തരണമെങ്കിൽ കഴുകി തരാം. പക്ഷെ ഇപ്പം ഞാനൊന്ന് കിടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ അതവിടെ വെക്കേ, ഞാൻ നാളെ കഴുകി തരാം. അയ്യോ, എൻ്റെ കയ്യിൽ ഇതേ ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. ഇത് കഴുകി കിട്ടിയില്ലേ എനിക്ക് ശരിയാവില്ല. വേറെ ഡ്രസ്സില്ല. ശരി, എന്നാൽ നീ തുണി അവിടെ വെച്ചിട്ട് നീ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഞാൻ വൈകുന്നേരം കഴുകി തരാം. അയ്യോ ചേട്ടത്തി, എനിക്ക് പറ്റത്തില്ല. ഇന്ന് എനിക്ക് കുളിച്ചിട്ട് മാറാൻ വേറെ ഡ്രസ്സില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചേട്ടത്തിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മേ, ചേട്ടത്തോട് ഈ തുണി ഒന്ന് കഴുകി തരാൻ പറയാം, എനിക്ക് വേറെ ഡ്രസ്സില്ല. ശില്പേ, അതൊന്ന് കഴുകി കൊടുക്കാമോ? അല്ലെങ്കിൽ അവൾ ആ വയറ് വെച്ച് പോയി കഴുകും. എനിക്കാണെങ്കിൽ നടുവേദനയാ. കുഴപ്പമില്ല അമ്മ, ഞാൻ കഴുകി കൊടുത്തോളാം. അപ്പം അമ്മ അറിഞ്ഞാൽ മാത്രമേ ചേട്ടത്തിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ അല്ലേ? കൊള്ളാമല്ലോ. ഈ തുണി ഒന്ന് വേഗം ഇപ്പം തന്നെ കഴുകിയിട്ടേക്ക് കേട്ടോ. ഇപ്പം ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഇട്ട് ഇപ്പോൾ ഉണങ്ങി കിട്ടും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങത്തില്ല. വേഗം കഴുകിയേക്കണേ. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ പ്രസവിച്ച് പോകുമ്പോഴേക്കും എന്നെ കുഴിയിലോട്ട് എടുക്കുന്നു തോന്നണേ. ഞാനെന്തിനാണ് അങ്ങോട്ട് കൊടുത്തത്? പോയി തുണി അലക്കട്ടെ. അയ്യോ, എന്ത് പറ്റിയാ തോരെ? അയ്യോ ചേട്ടത്തി, എനിക്ക് പെയിൻ വന്നു. അയ്യോ, എൻ്റെ ഡേറ്റിന് 2 ആഴ്ച കൊണ്ടുണ്ടല്ലോ. ഇതെന്ത് പറ്റി?
എനിക്കറിയില്ല എടുത്ത് എന്ത് പറ്റിയെന്ന്. പെട്ടെന്നൊരു വേദന ഇങ്ങോട്ട് വന്നു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ചേട്ടനെയും വണ്ടിയൊക്കെ വിളിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അയ്യോ ഞാൻ ഇന്ന് തന്നെ പ്രസവിക്കുന്നു. അയ്യോ അയ്യോ നീ ടെൻഷൻ ആവാതിരിക്കേ. സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ, ഇപ്പോൾ വണ്ടി വന്നാൽ അപ്പം തന്നെ പോകാമല്ലോ. നീ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണേ, നീ ടെൻഷൻ ആവണ്ട. ഇവള് പ്രസവിക്കാൻ പോകണം 4 ദിവസം. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ചേട്ടൻ എന്താ ആലോചിക്കണേ? വേഗം പോയി സാധനങ്ങൾ പാക്ക് ചെയ്യാൻ നോക്ക്. അല്ല നീയും അമ്മയും കൂടെ ചേർന്ന് എല്ലാം പാക്ക് ചെയ്തല്ലേ, ഇനിയിപ്പോൾ എന്താ? അയ്യോ അത് എൻ്റെ സാധനങ്ങളല്ലേ, ചേട്ടത്തേക്ക് സാധനങ്ങളൊന്നും എടുക്കണ്ടേ? പോയി പാക്ക് ചെയ്യാൻ നോക്ക്. അയ്യോ ഞാൻ വന്നാൽ ശരിയാവില്ല. പറ്റില്ല ചേട്ടത്തി വരണമെന്ന്. അമ്മയുടെ കാര്യം അറിയാമല്ലോ, അമ്മയ്ക്കാണ് നടുവേദനയും കാലുവേദനയും എല്ലാം ഉണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ തന്നെ നോക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. അയ്യോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനോ രാത്രി ഉറങ്ങാണ്ടിരിക്കുമ്പോൾ അതിനെ നോക്കാനോ എന്നെ കുളിപ്പിക്കാനോ ഒക്കെ ചേട്ടത്തി വേണം. എൻ്റെ കാര്യങ്ങളൊക്കെ വേറെ ആരുള്ളേ? ചേട്ടത്തി വന്നാൽ മതി. വേഗം റെഡിയാവും നോക്ക്. പോ 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 പോ. ഞാൻ വന്നാലേ ഇവിടെ ആളില്ലാണ്ട് പറ്റില്ല, പിള്ളേർക്കൊക്കെ ഞാനില്ലാണ്ട് പറ്റില്ല. അതൊക്കെ ചേട്ടൻ മാനേജ് ചെയ്തോളും. ചേട്ടത്തി പോയി സംസാരിച്ചിട്ടാണ് വേഗം പാക്ക് ചെയ്യാൻ നോക്ക്. ഞാനിപ്പോൾ പ്രസവിക്കും. അയ്യോ ഓ ഇവളെന്നെ കൊണ്ട് പോ.